السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ പരിശുദ്ധ റമളാനിൻ്റെ പകലിലാണ് നമ്മളുള്ളത്. ഈ മാസം വന്നെത്തുന്നതിന് മുന്നേ ഈ മാസത്തിലേക്ക് എത്തിക്കണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് പരിശുദ്ധ റമളാൻ എന്ന ഈ മാസം നൽകുക എന്നുള്ളത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്. എന്തുകൊണ്ടാണെന്നാൽ നമ്മുടെ ഒരു ആയുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അള്ളാഹു നമുക്ക് അവസരം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പലരും കേട്ട ഹദീസാണ്, ചരിത്ര സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച രണ്ടു പേരുടെ ചരിത്രം. മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രണ്ടു പേരെക്കുറിച്ച് സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. ആ രണ്ടു പേരിൽ ഒരാൾ ഷഹീദായ വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തി പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വഫാത്തായി പോയത്. അദ്ദേഹം കാണുകയാണ്, അദ്ദേഹം പറഞ്ഞു, ഫറഅയ്തുൽ മുഅഖറ മിൻഹുമാ ഉദ്ഖില ഖബ്ല അശ്ശഹീദി. ആ രണ്ടു പേരിൽ രണ്ടാമത് മരണപ്പെട്ടു പോയ മനുഷ്യൻ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതായിട്ടാണ് ഞാൻ കാണുന്നത്. ഫതഅജ്ജബ്തു ലിദാലിക. ഇത് കണ്ടപ്പോൾ, അഥവാ സ്വപ്നത്തിൽ അദ്ദേഹം ഇത് കാണുകയാണ്. കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അത്ഭുതം തോന്നി. കാരണം ഷഹീദിനാണ് വലിയ പ്രതിഫലമുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ ഷഹീദായ ഒരു വ്യക്തിക്ക് വലിയ പ്രത്യേകതയുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. അദ്ദേഹത്തെക്കാൾ പിന്നീട് സാധാരണഗതിയിൽ വഫാത്തായി പോയ ഒരു വ്യക്തി സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുകയാണ്, അദ്ദേഹത്തെക്കാൾ മുന്നേ പ്രവേശിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഫഅസ്ബഹ്തു ഫദകർതു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം പുലർന്നപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിവരം പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് സാമ ബഅദഹു റമളാൻ വസല്ല 6000 റക്അത്തിൻ ഔ കദാ വകദാ സ്വലാത്ത സന ഔ കദാ വകദാ റക്അത്തൻ സ്വലാത്ത സന. അദ്ദേഹം ആദ്യം ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു റമളാൻ കൂടി അധികം നോമ്പെടുത്തില്ലേ? അധികം ഒരു റമളാൻ കൂടി അദ്ദേഹത്തിന് കിട്ടിയില്ലേ? അതുപോലെ തന്നെ 6000-ഓളം വരുന്ന റക്അത്തുകൾ, അങ്ങനെയുള്ള നിസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം ഷഹീദിനേക്കാൾ മുന്നേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. സഹോദരങ്ങളെ നോക്കൂ, എത്ര വലിയ നിഅമത്താണ്. ഒരു വർഷത്തെ റമളാൻ വന്ന് കിട്ടുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്.
മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമദാനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അയ്യാമം മഅദൂദാത്ത് എന്നാണ്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അതെ, ഇത് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, റമദാനിന്റെ മാസപ്പിറവി കണ്ടിട്ടതാ ഇന്ന് 4ാമത്തെ നോമ്പായി. എത്ര വേഗത്തിലാണ് ദിവസങ്ങൾ പോകുന്നത്. ഇത് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർന്നു പോകും, കഴിയും. റമദാനിനെ നമ്മൾ എങ്ങനെ വരവേറ്റുവോ അതിനേക്കാൾ വേഗത്തിലാണ് നമ്മൾ ഈ റമദാനിനോട് വിട പറഞ്ഞു പോവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി ഈ ഒരു കാര്യം സൂചിപ്പിച്ചത്, പരിശുദ്ധ റമദാൻ എന്ന ഈ മാസം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നുപോയിട്ടുണ്ട്. ഒരുപാട് റമദാൻ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്, നോമ്പെടുത്തു പോയിട്ടുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതായി പോകുമോ എൻ്റെ ജീവിതത്തിൽ അവസാന റമദാൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുള്ള അവസാനത്തെ റമദാൻ ഇതായി പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എന്താണ് അങ്ങനെ ചിന്തിച്ചാലുള്ളൊരു പ്രത്യേകത? റമദാനിനെ മുതലെടുക്കാൻ നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ഫസല്ലി സലാത മുവദ്ദിഇൻ. ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. നീ നിസ്കരിക്കുമ്പോൾ വിട പറഞ്ഞു പോകുന്ന ഒരാൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക. നിന്റെ നിസ്കാരം എന്നത് ഇത് അവസാനത്തെ എൻ്റെ നിസ്കാരമാണ് എന്ന രൂപത്തിലായിരിക്കണം നീ നിസ്കരിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ നിസ്കാരത്തിൻ്റെ ഭംഗിയും മനോഹാരിതയും എത്ര വലുതായിരിക്കും. സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല. ഇതാണ് എൻ്റെ അവസാനത്തെ നിസ്കാരമെന്ന് ആലോചിച്ച ഒരാൾ നിസ്കാരത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിനേക്കാൾ ഒരു ഖുശൂഅോടുകൂടി നിസ്കരിച്ച മറ്റൊരു നിസ്കാരവും ഉണ്ടാവുകയില്ല. എന്തിനാണത് പറഞ്ഞത്? ഇങ്ങനെ ഓരോന്നും നമ്മൾ ഈ രൂപത്തിൽ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമായി പോകുമോ, ഇതെൻ്റെ അവസാനത്തെ റമദാനായി പോകുമോ എന്ന് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ അപ്പോഴാണ് നമുക്കത് മുതലെടുക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പ്രതീക്ഷിക്കും, അടുത്തോല്ലുണ്ടല്ലോ, ഇനിയും റമദാൻ ഉണ്ടല്ലോ, വയസ്സ് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. സഹോദരങ്ങളെ, ഇതുപോലെ ആഗ്രഹിച്ച പലരും ഇന്ന് മണ്ണിനടിയിലാണ്. അടുത്ത കൊല്ലം നന്നാക്കാമെന്ന് വിചാരിച്ചവരിൽ പലരും ഇന്നില്ല, മരിച്ചുപോയിട്ടുണ്ട്. എത്ര എത്ര വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത കൊല്ലം നന്നാവാമെന്ന് വിചാരിച്ചവർ പലരും മരിച്ചുപോയി. അടുത്ത കൊല്ലം കൂടുതൽ പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചവരിൽ പലരും നമ്മോടൊപ്പം ഇല്ല. ഇനിയൊരു റമദാൻ നമുക്കുണ്ടാകുമോ നമുക്കറിയില്ല. വേണ്ട, നമ്മൾ ഇവിടുന്ന് എഴുന്നേൽക്കുമോ എന്നുപോലും നമുക്കറിയില്ല. എന്നാൽ നമ്മളെത്ര പ്രതീക്ഷയിലാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. യാത്രയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നമ്മുടെ ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മൾ മസ്ജിദിലേക്കോ അങ്ങാടിയിലേക്കോ അല്ല നമ്മൾ ദൂരയാത്രയോ ഏത് യാത്രയാവട്ടെ, വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലെ 2 ആയത്തുകളാണ് പാരായണം ചെയ്യാറുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളിൽ 2 ആയത്തുകളുണ്ട്. എന്താണ് ആയത്തുകൾ? സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. എനിക്ക് ഈ വാഹനം കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്ര പരിശുദ്ധനാണ്, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എനിക്ക് ഈ വാഹനത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ശേഷം നമ്മൾ പറയുന്ന ആയത്ത് എന്താണ്? ശേഷം പറയുന്ന വാക്കെന്താണ്? വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർച്ചയായും നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്. എന്താണ് അതും ഇതുമായി ബന്ധം? ഓരോ തവണ വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ ഇത് ചൊല്ലും. എന്തിനാണ് സഹോദരങ്ങളെ നമ്മളത് ചൊല്ലുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് ആയത്തുകളിലുള്ളത്?
ഇതുപോലെ വാഹനത്തിൽ കയറി ഈ പ്രാർത്ഥനകൾ പറഞ്ഞ പലരും പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. പിന്നീട് അവർ സാധാരണ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയില്ല. അതായിരുന്നു അവരുടെ അവസാനത്തെ വാഹനത്തിൽ കയറിയിട്ടുള്ള പ്രാർത്ഥന. ആ യാത്ര അവരുടെ അവസാനത്തെ യാത്രയായി പോയി. ഇത് ഓരോ യാത്രയിലും നമ്മെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് ചെറിയ യാത്രയാണെങ്കിൽ കൂടി നമ്മളിത് ചൊല്ലണം. അത്തരം ചെറിയ യാത്രകൾ പോലും പിന്നീട് മടങ്ങി വരാത്ത യാത്രയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ആ യാത്രക്കിടയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഒരുക്കി വെക്കാൻ പറഞ്ഞിട്ടുള്ള യാത്രാ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെ യാത്രാ വിഭവങ്ങൾ ഒരുക്കാനുള്ള സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ. കാരണം ഓരോ നന്മക്കും അള്ളാഹു ഇരട്ടി 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 പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നോമ്പിന്റെ ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ പറയുന്ന നിരവധി ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലായി കേട്ട് കാണും. ഒരുപാട് ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് പ്രതിഫലം നൽകുന്നത്. എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ നോമ്പ് അള്ളാഹു പ്രത്യേകമാക്കി പറഞ്ഞു. എന്തിനാണ് സഹോദരങ്ങളെ? നോമ്പ് എന്നത് ഒരു അടിമക്കും അവൻ്റെ റബ്ബിനും ഇടയിലുള്ള രഹസ്യമായ ഇബാദത്താണ്. ഏറ്റവും ഇഖ്ലാസോടുകൂടി ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രവൃത്തിയാണ്, കർമ്മമാണ് നോമ്പെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം നൽകും എന്നതിനുള്ള സൂചനയാണിത്. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി എന്ന വാക്ക് അള്ളാഹു പറഞ്ഞതായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഒരു നോമ്പിന് കണക്കില്ലാതെ പ്രതിഫലം. ഈ റമദാനിന്റെ പകലിൽ അനുഷ്ഠിക്കുന്ന ഓരോ പ്രവൃത്തിക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലം. നന്മകൾക്ക് ഇങ്ങനെയാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ തിന്മകളാകട്ടെ, ഒരു തിന്മക്ക് അള്ളാഹു ഒരു തിന്മ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, ഏതൊരുവൻ്റെതാണോ 10 ഒറ്റ അതിജയിച്ചത് അവന് സർവനാശം. തിന്മക്ക് ഓരോന്നേ അള്ളാഹു രേഖപ്പെടുത്തുന്നുള്ളൂ, പക്ഷെ നന്മകൾക്കോ ഇരട്ടി ഇരട്ടിയാണ്. എന്നിട്ടും ഒരാളുടെ ഇരട്ടികളെ ഒറ്റ അതിജയിച്ചാൽ അവന് നാശമെന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ എന്ന നോമ്പിൻ്റെ ഈ മാസത്തിൻ്റെ പ്രത്യേകത അത് നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. സാധാരണ ഒരു വർഷം, ഒരു മാസം കഴിഞ്ഞു പോകുന്നത് പോലെ അങ്ങനെ പറഞ്ഞേക്കരുത്. മറിച്ച് നമ്മൾ നമ്മുടെ ആയുസ് മുഴുവനും വീണ്ടെടുക്കാനുള്ള അഹോരാത്രം പരിശ്രമത്തിലായിരിക്കണം ഈ ഒരു മാസത്തിൽ. സഹോദരങ്ങളെ, നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഈ പറഞ്ഞ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. എന്താണ് അള്ളാഹു നമ്മിൽ നിന്നും ഈ റമദാൻ കൊണ്ട്, നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ എന്നാണ് അള്ളാഹു വിളിച്ചത്. അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ എന്ന് അള്ളാഹു വിളിച്ചു. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നോമ്പെന്ന ഇബാദത്ത് നമുക്ക് മാത്രമല്ല, നമ്മുടെ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്തിനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് ആയത്തിൽ അവസാനം അള്ളാഹു പറഞ്ഞത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടി. സഹോദരങ്ങളെ, നോമ്പിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്. നമ്മൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരലോക വിഭവം. പരലോകത്തേക്കുള്ള വിഭവം എന്നത് തഖ്വയാണ്.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതസവ്വദു, നിങ്ങൾ സാദ് കൈക്കൊള്ളുക. സാദ് എന്നാൽ വിഭവങ്ങൾ എന്നാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തിലാണ് അല്ലാഹു ഇത് പറഞ്ഞത്. ഹജ്ജിന് പോകുന്നവരോട് സാദ് വിഭവങ്ങൾ സ്വരുക്കൂട്ടാൻ അല്ലാഹു പറയുകയാണ്. കാരണം യാത്രയിൽ വിഭവങ്ങൾ വേണം. യാത്രാ വിഭവങ്ങൾ ഒരുക്കാതെ ഒരാൾ യാത്ര പോയാൽ ആ യാത്രയിൽ അയാൾ വല്ലാതെ പ്രയാസപ്പെടും. എന്നാൽ അല്ലാഹു പറയുകയാണ് വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ സാദ് കൈക്കൊള്ളുക. തീർച്ചയായും ഏറ്റവും ഉത്തമമായ സാദ് വിഭവം എന്നത് തഖ്വയാണ്. തഖ്വയേക്കാൾ വലിയ ഒരു സാദ് വിഭവം മറ്റൊന്നുമില്ല. കാരണം സഹോദരങ്ങളെ, തഖ്വ എന്നാൽ അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. ഇതാണ് തഖ്വ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ജീവിത ലക്ഷ്യവും. നമുക്ക് ചില കൽപ്പനകളുണ്ട്, ചില വിലക്കുകളുണ്ട്. ഇത് പാലിച്ചാൽ നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തിയായി. ഇപ്പൊ തഖ്വ നേടിയെടുക്കാനുള്ള സുവർണാവസരമാണ് നോമ്പ്, റമദാൻ. ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കേണ്ടതാണ് തഖ്വ. ആ തഖ്വയുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട ആയത്തുകളിലെല്ലാം നിങ്ങൾ നോക്കൂ, ഇന്നൽ മുത്തഖീൻ, ഇന്നലിൽ മുത്തഖീൻ. എത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. മുത്തഖീങ്ങൾക്ക് സ്വർഗമുണ്ട്. മുത്തഖീങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു ഈ പറഞ്ഞതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സുവർണാവസരം തഖ്വ പാലിച്ച് ജീവിക്കാനുള്ള അവസരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട്, നോമ്പിന്റെ ലക്ഷ്യമായി കൊണ്ട് എടുത്തു പറഞ്ഞത് തഖ്വയാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ നോമ്പിലൂടെ നമുക്ക് തഖ്വ കിട്ടുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ലഅല്ലക്കും തത്തഖൂൻ എന്ന ആ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫഇന്ന സിയാമ മിൻ അക്ബരി അസ്ബാബി തഖ്വ, തീർച്ചയായും നോമ്പുകൾ എന്നുള്ളത് തഖ്വ നേടിയെടുക്കാനുള്ള വലിയ ഒരു കാരണമാണ്. ലിഅന്ന ഫീഹി ഇംതിസാലു അംറില്ലാഹി വജ്തിനാബു നഹീഹി, നോമ്പിൽ അള്ളാഹു കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട്, അതുപോലെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫമിമ്മ ഇസ്തമല അലൈഹി മിനത്ത് തഖ്വ, തഖ്വയുമായി ബന്ധപ്പെട്ട് നോമ്പിൽ അടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്രകാരമാണ്. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ്, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരൻ അള്ളാഹു ഹറാമാക്കിയ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്നും തൻ്റെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധങ്ങളിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കുകയാണ്. അതൊക്കെ ഒരു നോമ്പുകാരൻ ഉപേക്ഷിക്കുകയാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഇത് ഉപേക്ഷിച്ചത്? എന്തിനാണ് നമ്മൾ വിശപ്പും ദാഹവും അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നോമ്പിൻ്റെ പകലിൽ നമ്മൾ ഈ രൂപത്തിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നത്? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അത് തഖ്വയാണ്, അത് തഖ്വയിൽപ്പെട്ടതാണ്. അല്ലാഹു കൽപ്പിച്ചത് അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് തഖ്വയിൽപ്പെട്ടതാണ്. അതാണ് ഒരടിമ നോമ്പിൽ പ്രധാനമായും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നു മാത്രമാണ്, റബ്ബിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ തൃപ്തി. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ സഹോദരങ്ങളെ നോക്കൂ, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സദാസമയം നിരീക്ഷിക്കും
എന്ന ഒരു ചിന്ത അവനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് തനിക്ക് തിന്നാനും കുടിക്കാനും തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കുമെന്നിരിക്കെ അള്ളാഹു എന്നെ കാണും എന്ന ആ ഒരു ചിന്ത മാത്രം മനസ്സിലുള്ളത് കൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുന്നത്. അള്ളാഹു സദാസമയം നിരീക്ഷിക്കും. ഈ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാത്തത്. അത് തഖ്വയിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ നോക്കൂ, വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, നമുക്ക് ഇഷ്ടാനുസരണം കുടിക്കാം, ഉപയോഗിക്കാം, ആരും കാണുകയില്ല. പക്ഷെ ഒരു നോമ്പുകാരൻ ഒരിക്കലും നോമ്പിന്റെ പകലിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുകയില്ല. ഇത് കുറിച്ച് ആരെങ്കിലും കാണോ എന്ന് പോലും ചിന്തിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ആര് കണ്ടില്ലെങ്കിലും ആരോരും അറിഞ്ഞില്ലെങ്കിലും എന്നെ സദാ നിരീക്ഷിക്കുന്ന ഒരു റബ്ബ് ഉണ്ട് എന്ന ചിന്ത ഒരു നോമ്പുകാരന് ലഭിക്കുകയാണ്. അത് തഖ്വയിൽപ്പെട്ടതാണ്. അത് വലിയ മുതൽക്കൂട്ടാണ് സഹോദരങ്ങളെ. ജീവിതത്തിലുടനീളം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു വിശേഷണമാണത്. എത്ര വലിയ ക്യാമറ കണ്ണുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒപ്പിയെടുത്താലും അതിൽ നിന്നെല്ലാം മറഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കും. ആരൊക്കെ നമ്മെ നോക്കിയാലും ആരൊക്കെ നമ്മെ നിരീക്ഷിച്ചാലും അവരുടെ എല്ലാം കണ്ണുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ആകാശഭൂമികളുടെയും അതിലുള്ളതിൻ്റെയും അതിനിടയിലുള്ളതിൻ്റെയും എല്ലാം റബ്ബാണ്. അവനിൽ നിന്ന് ഒരു കാര്യവും മറഞ്ഞു പോകുന്നില്ല. നോമ്പുകാരനെ നോമ്പ് ഇത് പഠിപ്പിക്കുന്നു. ജീവിതത്തിലുടനീളം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഓരോ മേഖലയിലും ഈ കാര്യം നമ്മെ ഉണർത്തേണ്ടതാണ്. റമദാനിൽ നോമ്പിന്റെ കാര്യത്തിൽ എപ്രകാരം നമ്മെ ഇത് ഉണർത്തിയോ ജീവിതത്തിലുടനീളം നമുക്കിതുണ്ടായിരിക്കേണ്ടതാണ്. അത് നോമ്പിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. നോമ്പിൽ നിന്ന് നമുക്കിത് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ നോമ്പ് ശരിയായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നോമ്പിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ സഹോദരങ്ങളെ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ വേളയിൽ ഭക്ഷണപാനീയങ്ങളുടെ കുറവ് കാരണത്താൽ മറ്റുള്ള സമയങ്ങളിലുള്ള പിശാചിന്റെ അഭിനിവേശം അവന്റെ ശരീരത്തിൽ നിന്നും ദുർബലപ്പെട്ടു പോകും. കാരണം പിശാച് മനുഷ്യന്റെ രക്തധമനികളിലൂടെ സഞ്ചരിക്കും. ഒരാൾ വിശപ്പും ദാഹവുമായി അങ്ങനെ ശാരീരികമായി ദുർബലനായി കഴിഞ്ഞുകൂടുമ്പോൾ പിശാചിന് ആ ദുർബലത ഉണ്ടാകും. അവനും വല്ലാതെ ഇടപെടാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണമെന്നത് നമ്മൾ തിന്മയിൽ നിന്ന് മുക്തനാവാൻ ശ്രദ്ധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കൽ തഖ്വയിൽപ്പെട്ടതാണ്. അള്ളാഹു ഹറാമാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് നാം മാറി നിന്നിരിക്കണം. അത് തഖ്വയാണ്. റമളാനിൽ നോമ്പിൽ ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നോമ്പ് കാലത്ത് മറ്റുള്ള മാസങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറയുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. നമ്മൾ ശ്രദ്ധിക്കും. മാത്രമല്ല പിശാചിനെ അള്ളാഹു അവരിലെ കഠിനരായ ആളുകളെ ബന്ധിച്ചിട്ടുണ്ട്. ഇനി അതിന് പുറമെയുള്ള സാധാരണ പിശാചുക്കൾ അവരുടെയും അഭിനിവേശം അവരുടെയും കടന്നുകയറ്റം കുറയും. അത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ നിഅമത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പ് എന്നത് തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്നും കുറക്കാൻ സഹായിക്കുന്ന ഇബാദത്താണ്. റമളാൻ എന്ന ഈ മാസം നമ്മെ അതിന് സഹായിക്കും. അത് തഖ്വയിൽപ്പെട്ടതാണ്. നമ്മൾ തിന്മകളിൽ നിന്ന് എത്ര കണ്ട് വിട്ടുനിൽക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ തഖ്വ നമ്മുടെ മനസ്സിൽ വർദ്ധിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ സഹോദരങ്ങളെ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി
അള്ളാഹുവിനെ അനുസരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ അവന് സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിൽ മറ്റുള്ള മാസങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ പൊതുവെ ആളുകളെല്ലാം ഇബാദത്തുകളിൽ മുന്നേറുന്നത്, മുഴുകുന്നത്. അത് തഖ്വയിൽപ്പെട്ടതാണ്. അള്ളാഹു കൽപ്പിച്ചത് പരമാവധി സാധിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നതാണ് സഹോദരങ്ങളെ തഖ്വ. നോമ്പിൽ, റമദാനിൽ ഒരടിമക്കത് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മസ്ജിദുകൾ സാധാരണ ജമാഅത്തുകൾ പോലെയല്ല റമദാനിലെ ജമാഅത്തുകൾ. കൂടുതൽ ആളുകൾ റമദാനിൽ ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ നോമ്പ്, റമദാൻ എന്ന ഈ മാസം അതുകൊണ്ട് കിട്ടുന്നതാണ്. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രേരണ പൊതുവെ ഈ മാസത്തിലുണ്ട്. നോമ്പ് നമ്മെ അത് പരിശീലിപ്പിക്കുന്നുണ്ട്. അത് തഖ്വയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സദാസമയം ഒന്നല്ലെങ്കിൽ നിസ്കാരം, അതല്ലെങ്കിൽ ദിക്ർ, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം, അതല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ, നന്മകൾ, ഇത് പൊതുവേ റമദാൻ മാസത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. 11 മാസവും സുബഹ് നിസ്കാരത്തിനില്ലാത്ത രൂപത്തിൽ ഒരു ജമാഅത്ത് റമദാനിൽ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പോൾ വന്ന് താമസാക്കിയതാണോ? അല്ല, അവരൊക്കെ ആ മഹലിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ റമദാനിലാണ് ഉയർത്തെഴുന്നേൽക്കുക. റമദാനിൽ ജമാഅത്ത് നിർബന്ധമാണ് എന്നവരുടെ മനസ്സ് പറയും. യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ, അത് റമദാനിൽ മാത്രമല്ല, മരിക്കുന്നത് വരെ നിർബന്ധമാണ്. ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ ഒരാൾ നിസ്കാരത്തിന്, ജമാഅത്തിന് പങ്കെടുക്കുക എന്നത് അയാളുടെ മേൽ നിർബന്ധമാണ്. നോമ്പുള്ളപ്പോൾ മാത്രമല്ല ജമാഅത്ത് നിർബന്ധമായിട്ടുള്ളത്, ജീവിതത്തിൽ എല്ലാ കാലത്തും അത് നിർബന്ധമാണ്. റമദാൻ കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ കാര്യം. അപ്പോഴാണ് റമദാനിൻ്റെ, നോമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പൊതുവെ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് റമദാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടി. ഈ മാസത്തിലൂടെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാനുള്ള പ്രേരണയും സഹായവും അല്ലാഹു നമുക്ക് നൽകുകയാണ്. അത് ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ 11 മാസം പള്ളിയിൽ കാണാത്ത ഒരാളെ പള്ളിയിൽ കണ്ടാൽ ഇതുവരെ എവിടെയായിരുന്നു നമ്മൾ ചോദിക്കരുത്, ആക്ഷേപിക്കരുത്. അയാൾ തിരിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്, നമ്മുടെ വാക്കുകളിൽ ഉണ്ടാവരുത്. അയാൾ തിരിച്ചു പോയാലും നിന്നാലും അയാൾക്കാണ് അതിൻ്റെ ഉപയോഗം, നമുക്കല്ല. ഒരാൾ നന്നായാൽ അയാൾക്കാണ് അതിൻ്റെ ഉപയോഗം. ഒരാൾ നന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഉപയോഗം അയാൾക്കാണ്. അള്ളാഹു പറഞ്ഞില്ലേ, മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി. ആരെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അത് അവൻ്റെ സ്വന്തത്തിന് വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരാളെ ആ സൽക്കർമ്മത്തിൽ നിന്ന് അകറ്റാൻ നമ്മൾ കാരണക്കാരായി തീരരുത്. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ എവിടുന്ന നീ വന്നത് എന്ന് ചോദിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ അയാൾക്കുള്ള ഹിദായത്ത് ആ വക്തിലൂടെ ആയിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക. നമ്മളായി അതിനെ തല്ലിക്കെടുത്തരുത്. ഒരാൾ ചിലപ്പോൾ റമദാനിലെ ഏതെങ്കിലും ഒരു നോമ്പ് തുറയിലായിരിക്കും പങ്കെടുത്തിട്ടുണ്ടാവുക. അതായിരിക്കും അയാളുടെ ജീവിതത്തിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റ്. നമ്മളായിട്ടത് തല്ലിക്കെടുത്തരുത്. എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ അനുഭവങ്ങൾ. ബഹുമാന്യനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദ്ർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമുണ്ട്. 27-ന്റെ രാവിൽ കുറച്ച് യുവാക്കൾ അവർ ഒരു സ്ഥലത്ത് അവരുടെ കാറിൽ ഉറക്കെ വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ചുകൊണ്ടിങ്ങനെ ആഘോഷിക്കുകയാണ്. അവരിങ്ങനെ ആടി തിമിർക്കുകയാണ്. ഏതാണ് രാവ്? 27-ന്റെ രാവാണ്. അദ്ദേഹം അവരോട് സൗമ്യമായി പോയി ഉപദേശിച്ചു എന്നാണ്. ഈ രാവിൻ്റെ പ്രത്യേകത ഇന്ന ഇന്ന രൂപത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തിരിച്ചുപോയി എന്നാണ്.
കുറച്ചു കാലം കഴിഞ്ഞ ഒരു സ്ഥലത്ത് അദ്ദേഹം ദർസിന് പോയപ്പോൾ അവരിൽ ഒരാൾ വന്ന് സലാം പറഞ്ഞ് കൈപിടിച്ചിട്ട് ഷെയ്ഖിനോട് പറഞ്ഞു, ഷെയ്ഖേ, അന്ന് ആ പാട്ട് വെച്ച് ആടിത്തിമിർത്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. താങ്കളുടെ വാക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി. തിരുത്താനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു എന്നാണ്. നോക്കണം നിങ്ങൾ, ഒരു നല്ല വാക്ക്, ഒരു സൗമ്യമായ ഉപദേശം ഒരാളെ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിച്ചു. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളെയും നമ്മൾ ആക്ഷേപിക്കരുത്, പരിഹസിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ ഓരോ അടിമക്കും കൊടുത്തിട്ടുള്ള ഓഫറാണിത്. അത് ഓരോരുത്തർക്കും പല രൂപത്തിലായിരിക്കും മുതലെടുക്കാൻ സാധിക്കുക. നമ്മൾ നന്മയിലാണോ, അൽഹംദുലില്ലാ, അത് വർദ്ധിപ്പിച്ചു തരാനും നിലനിർത്തി തരാനും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ഇനി അതല്ലാത്ത ആളുകളെയാണോ കാണുന്നത്, നമ്മൾ നല്ല രൂപത്തിൽ ഉപദേശിക്കാൻ ശ്രമിക്കുക, പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. പറഞ്ഞു വന്നത് തഖ്വയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്, തഖ്വയിൽപ്പെട്ടതാണ് നന്മകൾ വർദ്ധിക്കുക എന്നുള്ളത്. അത് നോമ്പിൽ നമുക്ക് സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, റമദാനിൻ്റെ പകലിൽ നോമ്പ് കാരണത്താൽ എല്ലാവരും വിശപ്പും ദാഹവും അനുഭവിക്കും. ഏതൊരു ധനികനും സമ്പന്നനും വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പട്ടിണിയുടെയും പ്രയാസം അറിയും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധുക്കളുടെ, ദരിദ്രരുടെ പ്രയാസങ്ങൾ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും ഒരാളെ അത് പ്രേരിപ്പിക്കും. ഒരു സമ്പന്നന് ധനികന് കിട്ടുന്ന വലിയ ഒരു തൗഫീഖാണത്. കാരണം മറ്റുള്ള സമയത്ത് പട്ടിണി എടുക്കേണ്ട അവസ്ഥ അയാൾക്ക് ഉണ്ടാവുകയില്ല. പക്ഷേ റമദാനിൻ്റെ പകലിൽ എല്ലാവരും, മുസ്ലിമാണോ നോമ്പെടുക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ വിശപ്പും ദാഹവും അനുഭവിക്കണം. എത്ര സമ്പത്തുള്ള ആളായാലും അനുഭവിക്കണം. അതിലൂടെ അയാൾക്ക് മനസ്സിലാകും ഒരു ദരിദ്രൻ, ഒരു സാധു, ഒരു പ്രയാസമുള്ള ഒരാൾ എങ്ങനെയാണ് അയാളുടെ പ്രയാസം എന്നത്. അള്ളാഹു അത് ധനികനെയും ആസ്വദിപ്പിക്കുകയാണ്, രുചിപ്പിക്കുകയാണ്. അതിലൂടെ സമ്പത്തുള്ള ഒരാൾക്ക് സ്വതക്കകൾ നൽകാനും സാധുക്കളെ, ദരിദ്രരെ സഹായിക്കാനുമുള്ള പ്രേരണ ലഭിക്കുന്നു. അത് തഖ്വയിൽപ്പെട്ടതാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ, നമ്മെ തഖ്വയിലേക്ക് എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നോമ്പിലൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ. ആ നോമ്പിൻ്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ തഖ്വയുള്ളവരായി തീരും. അതല്ല നമ്മുടെ നോമ്പ് ആ രൂപത്തിലായിട്ടില്ലേ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലേ, നമ്മൾ പേടിക്കണം. ഇതൊന്നും നേടിയെടുക്കാൻ സാധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ റമദാനും അല്ലാത്ത സമയവും ഒരുപോലെയാണ്, ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കണം. പരിശുദ്ധ റമദാനായിട്ട് മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വേറിട്ട് ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നന്മകളിൽ മുന്നേറാനുള്ള അനേകം അവസരങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് മുതലെടുക്കുക എന്നതാണ് സഹോദരങ്ങളെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അതാണ് നോമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. എല്ലാവർക്കും ഈ പറഞ്ഞ തഖ്വ ലഭിക്കുമോ, ലഭിക്കുന്നുണ്ടോ എന്നത് അവനവനാണ് പരിശോധിക്കേണ്ടത്. അവനവൻ്റെ ജീവിതം, അവനവൻ്റെ റമദാനിൻ്റെ പകൽ അവനവൻ വിലയിരുത്തുക എന്നുള്ളതാണ്. റമദാനിൻ്റെ നോമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അള്ളാഹു പറഞ്ഞത് തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ. എത്ര നോമ്പുകാരുണ്ട്, തൻ്റെ നോമ്പിൽ നിന്ന് അവന് വിശപ്പല്ലാതെ പട്ടിണിയല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ.
എത്ര എത്ര രാത്രി നിസ്കാരക്കാരുണ്ട്. തൻ്റെ രാത്രി നിസ്കാരം കൊണ്ട് അവന് ഉറക്കം പോവുക, നഷ്ടപ്പെടുക എന്നതല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല. എന്തൊരു വാക്കാണ് സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. റമളാനിൻ്റെ പകലിൽ പട്ടിണിയും പ്രയാസവും വിശപ്പും ദാഹവും ഒക്കെ അനുഭവിച്ചു. എന്തിനു വേണ്ടിയാണ്? നേരത്തെ പറഞ്ഞതുപോലെ നോമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, നമ്മുടെ റബ്ബിൻ്റെ തൃപ്തി ലഭിക്കാൻ, അതിലൂടെ അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലം അത് നേടിയെടുക്കാൻ. പക്ഷെ എത്രയോ നോമ്പുകാരുണ്ട് എന്നാണ്, പട്ടിണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ടാണ്? നോമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചില്ല. അതിൽപ്പെട്ടതാണ് അവിടുന്ന് പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആരെങ്കിലും മോശമായ വർത്തമാനങ്ങളും മോശമായ പ്രവൃത്തികളും ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ തൻ്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുക എന്നത് അള്ളാഹുവിന് യാതൊരാവശ്യവുമില്ല. നോമ്പ് നമ്മുടെ ശരീരത്തിന് മുഴുവനുമായിരിക്കണം, കേവലം വയറിന് മാത്രമായി പോകരുത്. നമ്മുടെ വയറ് വിശപ്പ് സഹിക്കുന്നുണ്ട്, ദാഹം സഹിക്കുന്നുണ്ട്, നമ്മുടെ തൊണ്ടകൾ വറ്റി വരളുന്നുണ്ട്. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും നോമ്പിലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് തഖ്വ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബി. ഖൗലു സൂർ എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തകൾ, വ്യാജ വർത്തമാനങ്ങൾ, മോശമായ അടിസ്ഥാനരഹിതമായ എല്ലാ വർത്താനവും അതിൽപ്പെടും. കളവാവട്ടെ, ഏഷണയാവട്ടെ, ഗീബത്താവട്ടെ, അതുപോലെയുള്ള ഏത് വാക്കുകളിൽ വരുന്ന എന്തൊക്കെ തിന്മകളുണ്ടോ അതൊക്കെ അതിൽപ്പെടും. നേരത്തെ പറഞ്ഞ പരിഹാസവും ഒക്കെ അതിൽപ്പെടും. അതൊരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ, അതുപോലെ തിന്മകൾ, പാപങ്ങൾ ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാളുടെ പട്ടിണി കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ നോമ്പിലേക്ക് അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാവ് പിടിച്ചു നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. റമളാനിൻ്റെ പകലിൽ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നാവിനെ. കാരണം നമ്മുടെ നാവ് നമ്മുടെ നോമ്പിൻ്റെ ചൈതന്യത്തെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. എത്ര എത്ര നോമ്പുകാരുണ്ട്, അവരുടെ നോമ്പ് കൊണ്ട് പട്ടിണി മാത്രം, വിശപ്പ് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം പരലോകത്ത് വരും ഒരുപാട് നന്മകളുമായി. നോമ്പെടുത്തവർ, നിസ്കരിച്ചവർ, സക്കാത്ത് കൊടുത്തവർ, ഒരുപാട് നന്മകളുമായി ആളുകൾ പരലോകത്തേക്ക് വരും. പക്ഷേ ചില ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടാകും, ചില ആളുകളെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും, ചില ആളുകളുടെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടാകും, ചില ആളുകളെ തല്ലിയിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് ഈ രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടാണ് ഒരാൾ പരലോകത്തേക്ക് എത്തുക. അവിടെ നന്മകളെല്ലാം മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുകയാണ്. ഇയാൾ ആരെയൊക്കെ ഉപദ്രവിച്ചുവോ അവർക്കൊക്കെ അയാളുടെ നന്മകൾ എടുത്തു കൊടുക്കുകയാണ്. ഇയാളുടെ നന്മകൾ തീർന്നാൽ അവരുടെ തിന്മകൾ ഇയാളുടെ മേൽ ചാർത്തപ്പെടും, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിന് മുഴുവനും നോമ്പുണ്ടായിരിക്കണം. അത് നോമ്പിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും, ശരീരത്തിലെ അവയവങ്ങളും ഒരുപോലെ ആയിരിക്കണം നോമ്പിൻ്റെ കാര്യത്തിൽ. നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരിചയമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അസ്സിയാമു ജുന്നത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പ് ഒരു പരിചയമാണ്. എന്താണ് പരിചയം എന്ന് പറഞ്ഞാൽ? പരിചയം എന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ദേഹത്തേക്ക് വരുന്ന ഉപദ്രവം തടയാനുള്ള സംരക്ഷണ കവചമാണ്. സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആയുധത്തിനാണ് പരിചയം എന്ന് പറയുക. നോമ്പ് പരിചയമാണ്. നോമ്പ് പരിചയമാണ് രണ്ട്
രൂപത്തിൽ. ഒന്ന് ദുനിയാവിലാണ്. ദുനിയാവിൽ തിന്മകളിൽ നിന്ന് ഒരാൾക്ക് നോമ്പ് സുരക്ഷിതത്വം നൽകും. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ മാർഗമാണ് നോമ്പ് എന്നുള്ളത്. അതേപോലെ തന്നെ നോമ്പ് പരിചയമാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ. ആ നരക തീ സ്പർശിക്കാതിരിക്കാനുള്ള സുരക്ഷയാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ഫഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായി തീർന്നാൽ അയാൾ തിന്മകളിൽ ഏർപ്പെടരുത്, അതുപോലെ അട്ടഹസിക്കരുത്, വല്ലാതെ ശബ്ദമുണ്ടാക്കരുത്. ഫഇൻ ശാതമഹു അഹദുൻ ഔ ഖാതല, ആരെങ്കിലും നോമ്പുകാരനായ മനുഷ്യനെ ചീത്ത വിളിക്കുകയോ അവനോട് തല്ലുകൂടാൻ വരികയോ ചെയ്താൽ ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നിമ്രുഉൻ സായിമുൻ, ഞാൻ നോമ്പുകാരനായ വ്യക്തിയാണ്, നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു മാറി നിന്നുകൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളം തെളിവുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാം. നമ്മുടെ നോമ്പ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പൂർത്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ അവസാനത്തെ നോമ്പായി പോകുമോ എന്ന് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് റമദാൻ മുതലെടുക്കാനുള്ള പ്രേരണ ലഭിക്കുകയുള്ളൂ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് നരകമോചനം നൽകും. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ലു ലൈല. അല്ലാഹുവിന് നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, എല്ലാ രാത്രിയിലും അതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ റമദാനിലെ ഏതെങ്കിലും ഒരു രാത്രി ആയിരിക്കുമോ എനിക്ക് അല്ലാഹു അത് നിശ്ചയിച്ചത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതൊക്കെ പണ്ടേ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 10-60 വയസ്സായില്ലേ, 10-40 വയസ്സായില്ലേ, എത്ര നോമ്പിപ്പോൾ നമുക്ക് കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇതായിരിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതായിരിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ രാത്രികളിൽ ഏതെങ്കിലും ഒരു രാത്രിയായി പോകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ നരകമോചനം ലഭിക്കാനുള്ള അർഹത നമ്മൾ ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകുക. നമ്മുടെ മേന്മ കൊണ്ടോ നമ്മുടെ കുടുംബ മഹിമ കൊണ്ടോ സഹോദരങ്ങളെ നമുക്ക് ഈ പറഞ്ഞതൊന്നും കിട്ടുകയില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുപോലെ നമ്മൾ അതിന് അർഹരായിരിക്കണം. അമലുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അതിന് അർഹരായിരിക്കണം. എങ്കിലേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ പകലുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒന്നാമത്തേത് നമ്മുടെ ഇഖ്ലാസ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കേണ്ട കാര്യമാണത്. നമ്മുടെ നിയ്യത്ത് നന്നാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നിയ്യത്ത് ഫസാദായി പോകുന്ന ഒരു മേഖലയും നമുക്കുണ്ടാവരുത്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഇബാദത്തുകൾ അത് ഒരിക്കലും നമുക്ക് ഉപകാരപ്പെടുകയില്ല. അത് നേർക്ക് നേരെ റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലോ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യലോ ആവട്ടെ, അതല്ല ചെയ്യുന്നത് അള്ളാഹുവിനാണ് എന്ന നിലക്ക് തുടങ്ങിയിട്ട് പിന്നീട് റിയായിലേക്കോ സുമഅത്തിലേക്കോ എത്തിപ്പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. റിയാ എന്നാൽ ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. സുമഅത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു പിന്നീട് അതിനെക്കുറിച്ച് പുകഴ്ത്തി പറയാനുള്ള, പ്രശംസ കേൾക്കാനുള്ള ഒരു ആഗ്രഹം. ഇതൊന്നുമില്ലാത്ത രൂപത്തിൽ കറകളഞ്ഞ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബാദത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആള് ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ. നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച്, സകാത്തിനെക്കുറിച്ച്, ജിഹാദിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഇതിൽ ആർക്കാണ് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്നത്?
ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന ആൾ. റമളാനിന്റെ പകലിൽ സഹോദരങ്ങളെ റബ്ബിനെ ധാരാളമായി ദിക്ർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റുകൾ മുടങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കുക. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ, അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ദിക്റുകൾ, ഇതൊരാൾ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട 4 സന്ദർഭങ്ങളാണ്. അതല്ലാതെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നിങ്ങനെയുള്ള ദിക്റുകൾ എണ്ണവും കണക്കുമില്ലാതെ നമുക്ക് ചൊല്ലാവുന്നതാണ്. എണ്ണവും കണക്കുമില്ലാതെ നമുക്ക് ചൊല്ലാം. നാവ് ദിക്റുകൾ കൊണ്ട് പച്ച പിടിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. വെറുതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ നാവ് ദിക്റുകൾ കൊണ്ട് ചലിക്കട്ടെ. അപ്പോഴാണ് നോമ്പിന്റെ പ്രതിഫലം നൽകുമ്പോൾ അള്ളാഹു ദിക്റിന്റെ ആളുകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകും എന്ന ആ ഒരു പദവി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം, നോമ്പിനെ തകർത്ത് കളയുന്ന ഒരു കാര്യവും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടു. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും എന്നതുപോലെ തന്നെ നോമ്പിന്റെ പ്രതിഫലങ്ങൾ ഇല്ലാതാക്കി കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിൽക്കാൻ, നമ്മുടെ നോമ്പിനെ നമ്മൾ സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഫർദിന്റെ കാര്യം, ഫർദായ ഇബാദത്തുകളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സുന്നത്തായ ഇബാദത്തുകളെക്കാൾ ഫർദ് നമ്മൾ ശ്രദ്ധിക്കണം. 5 നേരത്തെ നിസ്കാരങ്ങൾ അത് ജമാഅത്തായി നിർവഹിക്കാൻ നമ്മൾ നോമ്പിലൂടെ പരിശീലിക്കണം. പലപ്പോഴും തറാവിയഹ് സുന്നത്താണ്, യഥാർത്ഥത്തിൽ വലിയ പ്രതിഫലമുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇശാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടാണ് തറാവീഹിന് വരിക. ഏതാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമുക്ക് നിർബന്ധമായിട്ടുള്ളത്? ഇശാഇന്റെ ജമാഅത്താണ്. ഇശാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ട് തറാവീഹിന് വന്നെത്തുക എന്നത് നമുക്ക് അനുയോജ്യമല്ല. തറാവീഹ് അല്ല നിർബന്ധമായിട്ടുള്ളത്. തറാവീഹ് റമളാനിന്റെ രാത്രികളിൽ പ്രത്യേകം പുണ്യമുള്ള നിസ്കാരമാണ്, സംശയമില്ല. പക്ഷേ ഇശാ ജമാഅത്തിന് നമ്മൾ പള്ളിയിലുണ്ടായിരിക്കണം, അതാണ് വലിയ കാര്യം. അങ്ങനെയുള്ള ഫർളുകൾ, അതല്ലാത്ത നിർബന്ധ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, ഈ മാസം ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുക. എങ്ങനെയെങ്കിലും ഒരു ഖത്മ്, അതല്ല നമ്മുടെ പ്രതീക്ഷ ഉണ്ടായിരിക്കേണ്ടത്. മറിച്ച് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെടും. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം റമളാനിൽ 60 ഖത്മുകൾ പൂർത്തീകരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം 2 ഖത്മ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളിങ്ങനെ ആഞ്ഞു വലിച്ചിട്ട് 30 ആകുമ്പോഴേക്ക് 30 പൂർത്തീകരിച്ച അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു ദിവസം 2 ഖത്മുകൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അവർക്കും 24 മണിക്കൂറേ ഉണ്ടായിട്ടുള്ളൂ, നമുക്ക് അത്ര തന്നെ ഉള്ളൂ. ഒരിക്കും 36 മണിക്കൂർ നല്ല കൊടുത്തിട്ടില്ല. അവർക്കൊരു ദിവസം എന്നത് അവർക്ക് അന്നും 24 മണിക്കൂറാണ്, ഇന്നും 24 മണിക്കൂറാണ്. മാറ്റമില്ല. എന്താണ് മാറ്റമുണ്ടായിരുന്നത്? എന്താണ് അവരെ നമ്മിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയത്? അവരുടെ പരിശ്രമമാണ്. അവർ പരിശ്രമിച്ചു, അതുകൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഒരു രാത്രിയിൽ ഒരു ഖത്മ് തീർത്തിയ മഹാന്മാരുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെട്ടതായി നമുക്ക് കാണാം. ഒരു റക്അത്തിൽ ഖുർആൻ മുഴുവനും അദ്ദേഹം ഓതി എന്നാണ്. റക്അത്തിൽ ഇമാമ് തറാവീഹിന് 3 പേജ് ഓതിയാൽ സലാം വെട്ടി ഉടനെ തുടങ്ങും. അതാണ് നമ്മുടെ അവസ്ഥ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. 3 ദിവസങ്ങൾ കൊണ്ട് ഖത്മ് പൂർത്തീകരിച്ചവരുണ്ട്, 7 ദിവസങ്ങൾ കൊണ്ട് ഖത്മ് പൂർത്തീകരിച്ചവരുണ്ട്, 10 ദിവസങ്ങൾ കൊണ്ട് ഖത്മ് പൂർത്തീകരിക്കുന്നവരുണ്ട്. ഇങ്ങനെ കെട്ടുകഥ, മായാജാല കഥകൾ പറയുന്നല്ല. പരിശോധിച്ച് നോക്കൂ. ഒരു ജുസ് പാരായണം ചെയ്യാൻ സഹോദരങ്ങളെ 15 മിനിറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ 20 മിനിറ്റ് ഒരു ജുസ്. നമ്മൾ കണക്കൂട്ടി നോക്കൂ, 10 ജുസ് പാരായണം ചെയ്യാൻ എത്ര സമയം വേണം?
അതിൻ്റെ ഇരട്ടി 20, 30. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഖുർആൻ ഹിഫ്ള് പൂർത്തീകരിച്ച കുട്ടികൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു ദിവസം കൊണ്ട് ഖത്മ് മുഴുവനും ഓതി കൊടുക്കും. ഒരു ദിവസം ഒറ്റ ഇരുത്തത്തിൽ 10ഉം 15ഉം ഒക്കെ ഓതി, പിന്നെ അതങ്ങനെ ഒരു ദിവസം ഒരു പകല് കൊണ്ട് പൂർത്തീകരിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മൾ ധാരാളമായി ഖുർആൻ ഓതാൻ പരിശ്രമിക്കുക. ഖുർആനിൻ്റെ മാസമാണ്. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, റമദാനിലെ സമയം അമൂല്യമാണ്. അമൂല്യമായ സമയം വെറുതെ നമ്മൾ പാഴാക്കി കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഷഹ്റുൻ മുബാറകുൻ, ഈ മാസം അനുഗ്രഹീതമായ മാസമാണ്. എന്താണ് ഈ മാസം അനുഗ്രഹീതമായ മാസമാണ് എന്ന് പറയാനുള്ള കാരണം, ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ഓരോ മണിക്കൂറും അനുഗ്രഹീതമാണ്. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒന്നല്ല പ്രതിഫലം, പിന്നെയോ ഇരട്ടിയാണ്. ഒരു സെക്കൻഡിനുള്ള ശ്രേഷ്ഠത എന്നത് അത് ചില്ലറയല്ല. അതുകൊണ്ട് അമൂല്യമാണ് റമദാനിലെ ദിനരാത്രങ്ങൾ. വെറുതെ തിരിഞ്ഞളിച്ച് സമയം കളയരുത് എന്നാണ് എന്നോടെന്നതുപോലെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമ്മൾ ധാരാളം തവണ കേട്ടിട്ടുണ്ടാകും. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാൻ നോമ്പ് ഈമാനോടെ ഇഹ്തിസാബോടെ അനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും. ആരെങ്കിലും റമദാനിൽ രാത്രി നിസ്കാരം നിർവഹിച്ചാൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഈമാനോടെ ഇഹ്തിസാബോടെ രാത്രി നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ചെറിയ പാപങ്ങൾ അള്ളാഹു ഈ രൂപത്തിൽ നമ്മൾ അറിയാതെ പുറത്തു നൽകുന്നുണ്ട്. 2 നിബന്ധനകളാണ് പറഞ്ഞത്, ഈമാൻ, ഇഹ്തിസാബ്. ഈമാൻ എന്നാൽ അള്ളാഹുവിലുള്ള ഈമാൻ, അതല്ലാത്ത ഈമാനായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ നമ്മൾ ശരിയാക്കിയിരിക്കണം. നമ്മുടെ ഈമാനിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവരുത്. അതുപോലെ ഈ നോമ്പ്, ഈ ഇബാദത്തുകൾ, ഇതൊക്കെ അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയതാണ്, അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ് എന്ന ഈമാനോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. അതുപോലെ ഇഹ്തിസാബ്, പ്രതിഫലം ആഗ്രഹിക്കുക. റബ്ബിൽ നിന്നാണ് നമുക്ക് പ്രതിഫലം ആഗ്രഹിക്കാനുള്ളത്, വേറൊരാളും നമുക്ക് പ്രതിഫലം തരാനില്ല. ദുനിയാവ് ആരൊക്കെ എന്തൊക്കെ തന്നാലും അതൊക്കെ നശിച്ചു പോകും, ഇല്ലാതായി പോകും. നിലനിൽക്കുന്ന പ്രതിഫലം എന്നത് അള്ളാഹുവിൻ്റെതാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് സഹോദരങ്ങളെ പ്രവർത്തിക്കാൻ, അതാണ് നമുക്ക് പ്രചോദനം നൽകേണ്ടത്. ഓരോ ഇബാദത്തിലും നമുക്ക് പ്രചോദനം നൽകേണ്ടത് ഈ പറഞ്ഞ ഹദീസുകളാണ്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വതക്കകൾ, നന്മകൾ, ദാനധർമ്മങ്ങൾ, അത് നമ്മൾ ധാരാളമായി ശ്രദ്ധിക്കുക. കുറേ ഉണ്ടായിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നില്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചെറുതാവട്ടെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അവഗണിക്കാതെ. 10 രൂപ, 20 രൂപ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചിലപ്പോൾ 1000 കൊടുത്തതിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കും ഈ പറഞ്ഞ ചെറിയ ഒരു സമ്പത്തിനുണ്ടാവുക. നമ്മുടെ നിയ്യത്ത് അതിനെ വലിയ പ്രതിഫലത്തിലേക്ക് എത്തിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് അതൊക്കെ പൈസയുള്ള ആൾക്ക് പറഞ്ഞാൽ, നമുക്ക് പറഞ്ഞല്ല നമ്മൾ വിചാരിക്കരുത്. ഉള്ളതുപോലെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്ത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള അവിടുത്തെ ഭാര്യമാർ പറഞ്ഞില്ലേ, തുടർച്ചയായി 3 ദിവസങ്ങൾ അവിടുത്തെ വീടിലെ അടുപ്പ് പുകഞ്ഞിട്ടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതി. പക്ഷേ ഹദീസിൽ കാണാം, റമളാൻ ആയിക്കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതക്കകളും ദാനധർമ്മങ്ങളും അപ്രകാരമാണ്. അതുപോലെ സഹോദരങ്ങളെ, അവസാനമായി ദുആ, പ്രാർത്ഥന. റമളാനിന്റെ ആയത്തുകൾ, നോമ്പിന്റെ ആയത്തുകൾ പറയുന്നതിനിടയിലാണ് അല്ലാഹു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ എന്ന ആയത്ത് പറഞ്ഞത്. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നബിയെ, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്.
അഥവാ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള നമ്മുടെ റബ്ബ് അവൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ വിളിച്ചു തേടിയാൽ ഉത്തരം നൽകാൻ. നോമ്പുകാരൻ്റെ പ്രാർത്ഥന സാധാരണ ഒരു പ്രാർത്ഥന പോലെയല്ല, അതിന് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാരൻ്റെ പ്രാർത്ഥന, മദ്ലൂമിൻ്റെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, ഇത് തള്ളപ്പെടുകയില്ല, ഇതിനുത്തരം നൽകപ്പെടും എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകതയുണ്ട്. റമളാനിൽ ദുആഇന് ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മൾ ദുആ ചെയ്യുക. അതിൽപ്പെട്ടതാണ് അത്താഴത്തിൻ്റെ സമയം. ആ സമയം അത്താഴം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ദുആ ഇസ്തിഗ്ഫാർ നമ്മൾ മറന്നുപോകരുത്. അള്ളാഹു മുഅ്മിനീങ്ങളെ പുകഴ്ത്തിയിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ അത്താഴവേളയിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. ആ സമയത്ത് ദുആ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. പൊതുവെ ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട സമയമാണിത്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ സുജൂദിൽ നമുക്ക് ദുആഇന് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുന്നേ അവസാനത്തെ തഹിയ്യാത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഖുർആനിലും സുന്നത്തിലും വന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. അതുപോലെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ, അതുപോലെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം, ഇങ്ങനെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. റമളാനിലേക്ക് എത്താൻ നമ്മൾ പ്രാർത്ഥിച്ചു, അൽഹംദുലില്ലാ, അള്ളാഹു നമ്മൾ എത്തിച്ചു. ഇനി തൗഫീഖിന് ചോദിക്കണം, ധാരാളം ഇബാദത്തിനുള്ള തൗഫീഖിന് നമ്മൾ ചോദിക്കണം. അത് സ്വീകരിക്കാനും അള്ളാഹുവിനോട് ചോദിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ റമളാൻ മുതലെടുക്കാൻ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ മരിക്കുന്നതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് സഹോദരങ്ങളെ ലഅല്ലക്കും തത്തഖൂൻ എന്ന ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു നമ്മിൽ നിന്നും ഉദ്ദേശിച്ചത്. അതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ റമളാൻ എന്നത് മദ്രസത്തുൻ തർബവിയ്യത്തുൻ, ഒരു സംസ്കരണ പാഠശാലയാണ്. ഒരു കോളേജ്, ഒരു യൂണിവേഴ്സിറ്റി, ഒരു മദ്രസ എന്നതുപോലെ ഒരു മാസക്കാലത്തെ കോഴ്സാണിത്. ഒരു മാസക്കാലം, ഈ ഒരു മാസക്കാലം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പലതും നമ്മൾ പരിശീലിക്കുകയാണ്. ഈ പരിശീലനമാണ് മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ, ഇതായിരിക്കും ഒരുപക്ഷെ നമുക്കുള്ള തിരിച്ചറിവ്, നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഇത് ഇനി അങ്ങോട്ട് മുറുകെ പിടിക്കുക, അത് കൂടുതൽ കൂടുതൽ നന്നാക്കുക എന്നതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. ഒരു കോളേജിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ഒന്നും കിട്ടാതെ ഒരാൾ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? നമ്മളെല്ലാവരും അത്തരം ആളുകളെ ആക്ഷേപിക്കും. ഈ റമളാനിൻ്റെ ഒരു മാസം അള്ളാഹു നമ്മിൽ നിന്നും ഉദ്ദേശിച്ച നമ്മുടെ ബിരുദം എന്നത് നമ്മൾ മുത്തഖിയാവുക എന്നുള്ളതാണ്. റമളാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടേണ്ട ബിരുദം, അഥവാ പരലോകത്തേക്കുള്ള ബിരുദം, അത് തഖ്വ പാലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നതാണ്. അതുകൊണ്ട് ഈ റമളാനിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് സഹോദരങ്ങളെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അല്ലാഹു റബ്ബുൽ ആലമീൻ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരലോകത്ത് നോമ്പുകാരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار اللهم توفنا مسلمين وألحقنا بالصالحين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم توفنا مسلمين وألحقنا بالصالحين
اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. والله تعالى أعلى وأعلم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.